ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹോം മെയ്ഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ പീച്ചിങ്ങ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് ചെയ്യുന്നത്. എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, പീച്ചിങ്ങ കറിയെന്നോ എന്താണെങ്കിലും വിളിക്കാം. ഇവിടെ സാധാരണ പീച്ചിങ്ങ പൊള്ളിച്ചതെന്നാണ് ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 2 പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിൻ്റെ തൊലിയുടെ പുറത്തൊരു എഡ്ജ് പോലെ, ഒരു അരം പോലെയുള്ള സ്ഥലം ഉണ്ടാവും, കൂർത്ത് നിൽക്കുന്ന സ്ഥലം. അത് നന്നായിട്ട് ചെത്തിക്കളയുക. അതുണ്ടെങ്കിൽ ഒരു കഴിക്കാൻ ഒരു സുഖം വരില്ല. അപ്പോൾ അത് മാക്സിമം ചെത്തിക്കളയുക. ചിലർ കുറച്ച് ചെത്തിക്കളയുള്ളൂ. എനിക്ക് ഇത്രയെങ്കിലും ചെത്തിക്കളയുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് അങ്ങ് പോർഷൻ ചെത്തിക്കളയുക. ഇനി ഒട്ടും തൊലി വേണ്ടാന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. മുഴുവൻ തൊലിയായിട്ട് പച്ച നിറത്തിലെ പോർഷനെല്ലാം ചെത്തിക്കളയുകയാകാം. പക്ഷേ ഇത്രയും മതി. കുറച്ച് ആ കട്ടിയുള്ള പോർഷൻ മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് നീളത്തിൽ ഇതുപോലെ ഈ വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. നമുക്ക് ഒരു പീസിനെ തന്നെ നമുക്ക് 6 4 മുറിക്കാം. അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് 6 4 മുറിച്ച് മാറ്റാം. ഇതേ ഒരു വലിപ്പത്തിലെടുക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് എടുക്കാൻ, പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണിപ്പോൾ മുറിച്ചെടുക്കുന്നത്. ഞാനൊരു മീഡിയം സൈസിലെ 2 പീച്ചിങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് പൊടിയുടെ അളവിലും വ്യത്യാസം വരുത്തുക. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് 1 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു സവോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് ഒരെണ്ണം എങ്ങാനും പേരിന് ചേർത്താൽ മതി. നമ്മൾ മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എരിവ് അത്രയും വേണ്ടാന്നുള്ളവരാണെങ്കിൽ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ സവോള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാറില്ല. അത് വേണമെന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസം വരും. എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകുകയൊന്നും വേണ്ട. സവോള വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പീച്ചിങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വാടുന്നവരെ നമുക്കൊന്ന് തുറന്നു വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും പിന്നീട്. ജസ്റ്റ് ഇതൊന്ന് വാടി വരുന്നവരെ ഒന്ന് തുറന്നു വെച്ച് ചൂടാക്കി കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് പീച്ചിങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാം. ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ തൊട്ട് 2.5 ടീസ്പൂൺ വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആകാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്നവരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് മൂടി വെച്ചത് വേവിക്കണം. പീച്ചിക്കയിൽ നിന്ന് അല്പം വെള്ളം വരും, എങ്കിലും കുറച്ച് വെള്ളം ചേർക്കണം. 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് പീച്ചിങ്ങ നന്നായിട്ട് വേകുന്നവരെ വേവിച്ചെടുക്കാം. പീച്ചിങ്ങയുടെ മൂത്ത പീച്ചിങ്ങയൊക്കെ ആണെങ്കിൽ ഒരുപാട് താമസം വരും വേകാനായിട്ട്. നല്ല പിഞ്ചായിട്ടുള്ള പീച്ചിങ്ങ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് പീച്ചിങ്ങയുടെ ഇതിന് മൂപ്പിനനുസരിച്ചായിരിക്കും വേകുന്ന ടൈമിൽ വ്യത്യാസം വരിക എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതുപോലെ മൂടി വെച്ച് പീച്ചിങ്ങ വേകുന്നവരെ മൂടി വെച്ച് വേവിക്കുക. ഞാനിപ്പോൾ ഒരു 8 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കുറുകി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പീച്ചിങ്ങ വെന്തിട്ടുണ്ട്. അതൊന്ന് ഒരു പീസ് എടുത്ത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് മുറിച്ച് നോക്കിയാൽ അറിയാം, പെട്ടെന്ന് മുറിഞ്ഞു വരും വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിൻ്റെ തൊലിയുടെ ഭാഗം ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇപ്പം അത് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ വെന്തിട്ടുണ്ട് നന്നായിട്ട്, വെള്ളമെല്ലാം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാല് ഒറ്റ പാലായിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. 2ാം പാലെന്നോ 1ാം പാലെന്നോ ഒന്നും തിരിഞ്ഞെടുത്തിട്ടില്ല. അതിൻ്റെ അരമുറി തേങ്ങയുടെ പാല് ഒരുമിച്ച് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് നമുക്കിതിനകത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിന് മുന്നേ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ചൂടാക്കാനോ തിളപ്പിക്കാനോ പാടില്ല, അത് പിരിഞ്ഞു പോകും. അപ്പോൾ ഉപ്പ് എന്തെങ്കിലും പോരെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീച്ചിങ്ങ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അത് അല്പം നേരം ഇരുന്ന് വരുമ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പീച്ചിങ്ങയുടെ ഒരു ചെറിയ മധുരവും എരിവും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്